ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കോഡോ മില്ലറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കോഡോ മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം എന്തായാലും നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി കളയണം. കാരണം അതിലിങ്ങനെ പൊടിയും ചെളിയും പോലെയൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് വെള്ളം തെളിയുന്നത് വരെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് ഒരു ചെളി കളർ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വാർത്ത് കളയാം. അതേപോലെ തന്നെ നമുക്കൊരു 4-5 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കഴുകി കളയാം. ആ വെള്ളം തെളിയുന്നത് വരെ നമുക്ക് കഴുകിയെടുക്കാം. കഴിച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴുകിയെടുക്കാം. അങ്ങനെ മില്ലറ്റൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റോളം ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ഒരു കുക്കർ എടുത്ത് കുതിർത്തെടുത്തിട്ടുള്ള മില്ലറ്റ് വെള്ളം കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മില്ലറ്റിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുന്ന ഇത് പെട്ടെന്ന് മിസ്സായിപ്പോയി കാണിക്കാൻ. ഉപ്പ് കൂടി ചേർത്തിട്ട് മൂടി വെച്ച് അടച്ച് 2 വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കായി വരട്ടെ. അങ്ങനെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, മില്ലറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുന്ന കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് നമുക്ക് ഉരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് അതിൽ വറുത്തിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ നല്ല കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉഴുന്ന് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് കളറൊക്കെ ഒന്ന് ചെറുതായി ചേഞ്ച് ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് വറുത്തിട്ട് പിന്നീട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതാവുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കപ്പലണ്ടി ഇരിക്കുക. നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് അരിഞ്ഞതാണ്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ഗ്രീൻ പീസും കുറച്ച് സ്വീറ്റ് കോണും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസണായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മില്ലറ്റ്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള മില്ലറ്റ് അല്ലേ. അപ്പോൾ ആ മില്ലറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെജിറ്റബിൾസുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മില്ലറ്റ് ഉപ്പുമാവ് റെഡി ആയി കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ മില്ലറ്റ് ഉപ്പുമാവ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മില്ലറ്റ് ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റവയുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് അല്ല മില്ലറ്റ് ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കണം ആഗ്രഹിക്കുന്നവർ ഇതുപോലെ മില്ലറ്റ് വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.